ഇന്ത്യക്ക് എല്ലാ കാലത്തും രണ്ട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. ഒന്ന് പാകിസ്ഥാനും രണ്ട് ചൈനയും. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ അതിന്റെ എണ്ണം കൂടി. അതായത് ഒരു ശത്രു രാജ്യം കൂടി ഇന്ത്യക്കുണ്ട്. അതിന്റെ പേരാണ് തുർക്കി. പാല് കൊടുത്ത കൈക്ക് തന്നെ തുർക്കി കുത്തിയിരിക്കുകയാണ്. അതായത് ഈ തുർക്കിയിൽ 2023 വലിയ രീതിയിലുള്ള ഒരു പ്രളയം, ഭൂകമ്പമൊക്കെ വന്ന സമയത്ത് ഇന്ത്യ തന്നെ കൈയും മെയ്യും മറന്നുമൊക്കെ തുർക്കിയെ സഹായിച്ചതാണ്. എന്നിട്ടും തുർക്കി ഇന്ത്യ ഇത്രത്തോളം, അത് കോടിക്കണക്കിന് രൂപ നൽകി സഹായിച്ചു. അവർക്ക് വേണ്ട മെഡിക്കൽ എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ ഇന്ത്യ വിമാനമാർഗം തുർക്കിയിലേക്ക് എത്തിച്ചു. എന്നിട്ടൊന്നും തന്നെ ആ ഒരു നന്ദി തുർക്കി ഇന്ത്യയോട് കാണിച്ചില്ല. ആരും അറിയാതെ തുർക്കി പാകിസ്ഥാന് ആയുധങ്ങൾ നൽകി സഹായിക്കുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നടത്തിയ അന്വേഷണത്തിലാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് തുർക്കിയുടെ ഡ്രോണുകളാണ് എന്ന് മനസ്സിലായത്. അതോടെ ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ തുർക്കിയെ ബഹിഷ്കരിക്കുന്നു. അതായത് തുർക്കിയിലേക്ക് പോകാതെ അവിടുത്തെ സാധനങ്ങളൊന്നും തന്നെ, തുർക്കിയിലേക്ക് ഒരു സാധനങ്ങളും എക്സ്പോർട്ട് ചെയ്യാതെ ആ രീതിയിലേക്ക് കാര്യങ്ങളെത്തി. പാകിസ്ഥാൻ ആയുധങ്ങളും പ്രതിരോധ സാങ്കേതിക വിദ്യയും നൽകുന്ന രാജ്യമെന്ന നിലയിലാണ് എർദോഗൻ നയിക്കുന്ന തുർക്കിയെ കൂടി ഇന്ത്യ ശത്രു പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ ചൈനയുടെയും പാകിസ്ഥാന്റെയും ആയുധങ്ങൾ മാത്രമല്ല, തുർക്കിയുടെ കൂടി ആയുധങ്ങൾ മുൻകൂട്ടി കണ്ടാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. ഇന്ത്യക്കെതിരായ ചൈന പാകിസ്ഥാൻ തുർക്കി കൂട്ടുകെട്ടിനെ തിന്മയുടെ അച്ചുതണ്ട് എന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. തുർക്കി കാശ്മീരിന്റെ കാര്യത്തിൽ പാകിസ്ഥാനൊപ്പം നിൽക്കുകയാണ്. ഇതിനു പുറമെ പാകിസ്ഥാനെ സൈനികമായും പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലും സഹായിക്കുകയാണ്. കാൻ എന്ന 5ാം തലമുറ വിമാനം വികസിപ്പിക്കുന്നത് തന്നെ പാകിസ്ഥാനും തുർക്കിയും ചേർന്നാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഡ്രോണുകളും ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളും വരെ തുർക്കി പാകിസ്ഥാന് നൽകിയിരുന്നു. ആയുധങ്ങൾ അടങ്ങിയ കപ്പലും വിമാനവും തുർക്കിയിൽ നിന്നും ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് പാകിസ്ഥാനിൽ എത്തിയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് തുർക്കിയിൽ ഭൂകമ്പം വന്നു. തുർക്കി തകർന്നപ്പോൾ കേന്ദ്ര സർക്കാരും കേരളവും കോടികൾ കൊടുത്തു. എന്നിട്ടും പാല് കൊടുത്ത കൈക്ക് തന്നെ തുർക്കി കൊത്തിയിരിക്കുകയാണ്. മതമാണ് ഏറ്റവും വലുത് തുർക്കിക്ക് എന്നതാണ് ഇതോടുകൂടി ഇപ്പോൾ ഇന്ത്യക്ക് മനസ്സിലായത്. അല്ലാതെ മനുഷ്യ സ്നേഹമല്ല. അത് ഇന്ത്യ തിരിച്ചറിഞ്ഞു. ഭാവിയിൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ തുർക്കി കൂട്ടുകെട്ട് ഇന്ത്യക്കൊരു തീരാ തലവേദന തന്നെയായിരിക്കും. കൂടാതെ അങ്ങേയറ്റം അപകടകരവും ആകാമെന്നാണ് ഇന്ത്യ കണക്കുകൂട്ടുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ഒരു കാര്യം മനസ്സിലാക്കി. ടാങ്കുകളും അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങളും മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്കുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അത്യാധുനിക സാങ്കേതിക ആയുധങ്ങൾ വേണം യുദ്ധത്തിന് ഇന്ത്യക്ക് ഇറങ്ങാൻ എന്ന് ഇന്ത്യ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഡ്രോണുകളും ഡ്രോൺ സ്വാമുകളും, അതായത് കൂട്ടമായി ഡ്രോണുകളെ അയക്കാൻ, കൂടാതെ AI പ്രവർത്തിക്കുന്ന ആയുധ സംവിധാനങ്ങൾ, സൈബർ യുദ്ധങ്ങൾ, നെറ്റ്വർക്ക് സൈനിക പങ്കാളിത്തം എന്നിവയാണ് ഇനി യുദ്ധത്തെ ഭരിക്കാൻ പോകുന്നത്. തുർക്കി ആധുനിക ആയുധ സംവിധാനങ്ങളുടെ കേന്ദ്രമാണ്. ഡ്രോണുകളും ഡ്രോൺ സ്വാമുകളും AI പ്രവർത്തനക്ഷമമാക്കിയ ആയുധ സംവിധാനങ്ങൾ എന്നിവയിൽ തുർക്കി മുന്നിലാണ്. യുദ്ധമുണ്ടായാൽ മുൻനിരയിൽ പാകിസ്ഥാൻ നിലകൊള്ളുമെങ്കിലും അവർക്ക് പ്രതിരോധ സാങ്കേതിക വിദ്യ, നയതന്ത്ര പങ്കാളിത്തം എന്നിവ നൽകിക്കൊണ്ട് തുർക്കി പിന്നിൽ അടിയുറച്ചു നിൽക്കും. ഒരു ദശകത്തിന് മുമ്പുള്ള പാകിസ്ഥാൻ ആയിരിക്കില്ല വരും വർഷങ്ങളിലെ പാകിസ്ഥാൻ. തുർക്കിയെ കൂടി മനസ്സിൽ കണ്ടാണ് ഇന്ത്യ ഡ്രോണുകളെ തകർക്കാനുള്ള ആളില്ലാ വിമാനങ്ങളും ചാവേർ ഡ്രോണുകളും ലോഞ്ചിങ് മ്യൂണിഷൻസിനും വേണ്ടി വലിയ തോതിൽ പണം മുടക്കുന്നത്. AI പ്രവർത്തനക്ഷമമായ യുദ്ധ ഉപകരണങ്ങൾ, അതോടൊപ്പം തന്നെ പ്രതിരോധ സാങ്കേതിക വിദ്യകളും കൂടുതലായി ഇന്ത്യ ഉൾപ്പെടുന്നുണ്ട്. ഒപ്പം തദ്ദേശീയമായി സൈനിക സാങ്കേതിക വിദ്യയെ കൂടുതൽ ആശ്രയിക്കുന്നതും തുർക്കിയുടെ US ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ ബന്ധം കൂടി കണക്കിലെടുത്താണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിനി ഏതൊക്കെ ആയുധങ്ങൾ തുർക്കി കൊടുക്കുന്നു എന്നും അതിന്റെ അത്യാധുനികമായ അതിന്റെ ഒരു 3 പടി മുന്നിലേക്ക് ഇന്ത്യ ഓരോ ആയുധങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്.